സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ 2/3 ഓഫ് മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ് along with majority of total membership of the house. ഇപ്പോൾ ചാപ്റ്റർ 4 ഓഫ് പാർട്ട് 5 എന്ന് പറയുന്നത് യൂണിയൻ ജുഡീഷ്യറിയെ പറ്റിയാണ്. യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ യൂണിയൻ ജുഡീഷ്യറി. സിമ്പിളായിട്ട് പറഞ്ഞാൽ സുപ്രീം കോർട്ടിനെ പറ്റി പറയുന്നതാണ് ഈ ഒരു കാര്യം. നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എന്ന ടോപ്പിക്കിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. അപ്പോൾ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിൽ ഭരണഘടന ഭേദഗതി ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എന്നും തുടങ്ങുന്നത് പോലെ തന്നെ കുറച്ച് PYQs ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. The procedure for amendment is provided in which part of Constitution of India? The amendment to Indian Constitution known as mini revision. പിന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇങ്ങനെയുള്ള പല പല ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു സെക്ഷനാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ടിൽ നിന്ന് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കോൺസെപ്റ്റും കൂടിയാണ് നമ്മുടെ ഭരണഘടനാ ഭേദഗതികൾ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയുന്നില്ല, ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായി എന്താണ് ഭരണഘടനാ ഭേദഗതി? നിലവിലുള്ള പ്രൊവിഷൻസിനെ മാറ്റുന്നതിനെയോ അത് റദ്ദ് ചെയ്യുന്നതിനെയോ പുതിയതായി ആർട്ടിക്കിൾസോ പാർട്സും ഇൻക്ലൂഡ് ചെയ്യുന്നതിനും ഒക്കെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 20 ആർട്ടിക്കിൾ 368 ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനാ ഭേദഗതികളെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. The constitutional amendment refers to the process of modifying the existing provisions of a constitution, introducing new articles or repealing existing ones. ഇതാണ് ഭരണഘടനാ ഭേദഗതി. നിലവിലുള്ള ഭരണഘടനയിലുള്ള പ്രൊവിഷൻസ് മാറ്റുന്നതിനെയോ ചേഞ്ച് ചെയ്യുക, മോഡിഫൈ ചെയ്യുക, നിലവിലുള്ളതിനെ റിപ്പീൽ ചെയ്യുക, അതായത് റദ്ദ് ചെയ്ത് കളയുക, പുതിയ ആർട്ടിക്കിൾസ്, പുതിയ പാർട്സുകൾ ഇൻക്ലൂഡ് ചെയ്യുക, പുതിയ പ്രൊവിഷൻസ് ഇൻക്ലൂഡ് ചെയ്യുക, ഇതിനെയാണ് ഭരണഘടനാ ഭേദഗതികൾ എന്ന് പറയുന്നത്. ഭാഗം 20 പാർട്ട് 20 ഭരണഘടനാ ഭേദഗതികളെക്കുറിച്ച് ഭരണഘടനയിൽ പറയുന്നത്. ആർട്ടിക്കിൾ 368 ഈ ആർട്ടിക്കിളിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഈ ആർട്ടിക്കിളും ഈ ആർട്ടിക്കിളിൻ്റെ സബ്സെക്ഷൻസും ഒക്കെ വരുന്ന സ്ലൈഡുകളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. നമുക്കറിയാം, ഞാനിപ്പോൾ പറഞ്ഞു, ഭരണഘടനയുടെ പല പ്രൊവിഷൻസും മാറ്റുന്നതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റിനാണ് നിയമനിർമ്മാണത്തിൻ്റെ അധികാരം വരുന്നത്. അതുകൊണ്ട് തന്നെ ഭരണഘടനാ ഭേദഗതിയുടെ അധികാരങ്ങളും ഇന്ത്യൻ പാർലമെൻറ്റിനാണ്. പക്ഷേ ഇന്ത്യൻ പാർലമെൻറ്റിന് അവരുടെ ഇഷ്ടമനുസരിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയുകയില്ല. നമുക്ക് നോക്കാം. However, the parliament cannot amend these provisions which form the basic structure of constitution that was ruled by Supreme Court in Keshavananda Bharati case in 1973. നമുക്കറിയാം, ഇന്ത്യയിലെ തന്നെ സുപ്രീം കോർട്ട്സിലെ ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജഡ്ജ്മെൻ്റാണ് നമ്മുടെ കേശവാനന്ദ ഭാരതി കേസ് 1973. നമ്മുടെ മലയാളി ആയിട്ടുള്ള വ്യക്തിയാണ്. നമ്മുടെ കാസർഗോഡുള്ള ഇടതീർ മഠത്തിൻ്റെ മഠാധിപതിയായിട്ടൊക്കെ ഇരുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പോൾ കേശവാനന്ദ ഭാരതി കേസ് 1973 സുപ്രീം കോർട്ട് ഇന്ത്യൻ പാർലമെൻറ്റിന് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്താനുള്ള അധികാരമുണ്ട്. പക്ഷേ ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ മാറ്റിക്കൊണ്ടുള്ള ഒരു ഭരണഘടനാ ഭേദഗതിക്കുള്ള അധികാരം ഇന്ത്യൻ പാർലമെൻറ്റിനില്ല എന്ന് പരാമർശിക്കുകയുണ്ടായിരുന്നത്. The concept of constitutional amendment was borrowed from South Africa. നമ്മുടെ ഭരണഘടനയിലുള്ള പല ആശയങ്ങളും പല രാജ്യങ്ങളിൽ നിന്നും നമ്മൾ കടമെടുത്തതാണ്. അതേപോലെ തന്നെ ഭരണഘടനാ ഭേദഗതി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. നിലവിലുള്ള സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, നിലവിലെ സൗത്ത് ആഫ്രിക്കയുടെ 5ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് നിലവിലുള്ളത്. 1996 നമ്മുടെ നെൽസൺ മണ്ടേല അപ്പാർത്തിയടൊക്കെ നിരോധിച്ച നെൽസൺ മണ്ടേലയുടെ സമയത്ത് നിലവിൽ വന്ന സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് നിലവിലുള്ളത്. പക്ഷേ ഇത് 1909 സൗത്ത് ആഫ്രിക്കൻ ആക്ടിൻ്റെ ബേസിസിലുള്ള സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു ഐഡിയ, ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് എടുത്തത്.
ഇനി അടുത്തത് ഭരണഘടനാ ഭേദഗതികളുടെ മെത്തേഡ്സിനെ പറ്റി പറയാം. മെത്തേഡ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനാ ഭേദഗതികൾ ഭയങ്കര സോളിഡും പെർമനൻറ്റോ അല്ലെങ്കിൽ ഭയങ്കരയേറെ ഫ്ലെക്സിബിൾ ആയിട്ടോ അല്ല. ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു പെർമനൻ്റ് ആണ് എന്നാൽ ഫ്ലെക്സിബിൾ ആണ് എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനാ ഭേദഗതികളെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. The procedure laid down for its amendment is neither as easy as Britain nor as difficult as in USA. അതായത് ബ്രിട്ടനെ പോലെ വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സ് വഴി വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ്. നമുക്കറിയാം ബ്രിട്ടൻ എന്ന് പറയുന്നത് അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള രാജ്യങ്ങളിലൊന്നാണ്. വളരെ എളുപ്പം മാറി മാറി വരുന്ന പാർലമെൻറ്റിന് വളരെ ഈസി ആയിട്ട് ഭേദഗതി ചെയ്യാൻ പറ്റുന്ന ഭരണഘടനയാണ് UK ഭരണഘടന എന്ന് പറയുന്നത്. പക്ഷേ US കാര്യം എടുക്കുവാണെങ്കിൽ അങ്ങനെയല്ല. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് വഴി മാത്രമേ US ഭരണഘടന ഭേദഗതി ചെയ്യാൻ പറ്റുള്ളൂ. ഭേദഗതി ചെയ്യാൻ കഴിയും, പക്ഷേ വളരെ പാടായിട്ടുള്ളൊരു പ്രൊസീജിയർ വഴി മാത്രമേ US ഭരണഘടന ഭേദഗതി ചെയ്യാൻ പറ്റുള്ളൂ. ചില രാജ്യങ്ങളുണ്ട്, ഇപ്പോൾ കാനഡ പോലെയുള്ള രാജ്യങ്ങളുണ്ട്, ശരിക്കും ഭേദഗതി ചെയ്യാൻ ഭയങ്കര അസാധ്യം എന്ന് തന്നെ പറയാം. ആ രീതിയിലുള്ള ഭരണഘടനയുള്ള രാജ്യങ്ങളുമുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് ബ്രിട്ടനെ പോലെ വളരെ ഈസി ആയിട്ടുള്ളയോ അല്ലെങ്കിൽ US പോലെ വളരെയേറെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഭരണഘടനാ ഭേദഗതിയുടെ പ്രൊസീജിയറോ അല്ല നമ്മൾ എടുത്തിരിക്കുന്നത്. പകരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് നൈദർ ഫ്ലെക്സിബിൾ നോർ റിജിഡ് ബട്ട് എ സിന്തസിസ് ഓഫ് ബൂത്ത്. ഈ ഒരു വേർഡാണ് നമുക്ക് വേണ്ടത്. ഇസ് നൈദർ ഫ്ലെക്സിബിൾ നോർ റിജിഡ്. ഫ്ലെക്സിബിളുമല്ല എന്നാൽ റിജിഡുമല്ല. പക്ഷേ ഇവ രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതിയുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. allowing for necessary modifications while maintaining a degree of stability. മോഡിഫിക്കേഷൻ ആവാം, പക്ഷേ ഒരു പെർമനൻസ് നിലനിർത്തിക്കൊണ്ടുള്ള ഒരു മോഡിഫിക്കേഷൻസ്, ആ ഒരു രീതിയിലുള്ള ഒരു പ്രൊസീജിയറാണ് ഇന്ത്യൻ ഭരണഘടന പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ആവശ്യത്തിന് ഫ്ലെക്സിബിലിറ്റിയും ആവശ്യത്തിന് സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ പെർമനൻസ് ഉള്ള ഒരു രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ 3 മെത്തേഡ്സ് ആണുള്ളത്. ഏതൊക്കെ മെത്തേഡ്സ് ആണ് എന്ന് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫ്ലെക്സിബിൾ അമെൻമെൻറ്റ് മെത്തേഡ് ഉണ്ട്, റിജിഡ് അമെൻമെൻറ്റ് മെത്തേഡ് ഉണ്ട്, മോർ റിജിഡ് അമെൻമെൻറ്റ് മെത്തേഡ് ഉണ്ട്. നമുക്ക് പേരിൽ നിന്ന് തന്നെ ഏകദേശം ഒരു ധാരണയൊക്കെ കിട്ടും. നമുക്ക് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം ഫ്ലെക്സിബിൾ അമെൻമെൻറ്റ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ചില പ്രൊവിഷൻസ്, ഇപ്പോൾ നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് പലപ്പോഴും അത് ടെമ്പററി ആയിട്ടുള്ള പ്രൊവിഷൻസ് ആയിരുന്നു. ഭാവിയിൽ അത് മാറ്റേണ്ടതായ ആവശ്യം ഉണ്ട് എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സിന്, അതായത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലുള്ള ആൾക്കാർക്ക് തന്നെ ബോധ്യമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ എളുപ്പം മാറ്റേണ്ടതായി വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റാൻ വേണ്ടി വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഓർഡിനറി ലെജിസ്ലേഷൻ മാറ്റുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ഓർഡിനറി ലെജിസ്ലേഷൻ കൊണ്ടുവരുന്നത് പോലെ വളരെ ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഫ്ലെക്സിബിൾ അമെൻമെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. Certain provisions of the Constitution of India can be amended by the Parliament with simple majority through the procedure similar to ordinary legislation. ഒരു നോർമൽ ലെജിസ്ലേഷൻ, ഒരു സാധാരണ ഒരു നിയമം കൊണ്ടുവരുന്നത് പോലെ അല്ലെങ്കിൽ അത് പാസ്സാക്കി എടുക്കുന്നത് പോലെ സിമ്പിൾ മെജോറിറ്റി വഴി പാസ്സാക്കി എടുക്കാൻ കഴിയും ഫ്ലെക്സിബിൾ അമെൻമെൻറ്റ്. എക്സാമ്പിൾ, നമ്മുടെ സംസ്ഥാനങ്ങളുടെ പേരുകൾ, ബൗണ്ടറി, സിറ്റിസൺഷിപ്പ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സിമ്പിൾ മെജോറിറ്റി വഴി, അതായത് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സിമ്പിൾ മെജോറിറ്റി വഴി നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് അമെൻമെൻ്റ് ആണ് റിജിഡ് അമെൻമെൻറ്റ്. നമുക്ക് പേരിൽ നിന്ന് തന്നെ ഒരു ധാരണ കിട്ടും. കുറച്ചുകൂടെ സോളിഡ് ആയിട്ടുള്ള, നേരത്തെ പറഞ്ഞ ഫ്ലെക്സിബിൾ അമെൻമെൻറ്റിൽ നിന്നും കുറച്ചുകൂടെ സോളിഡ് ആയിട്ടുള്ള ഒരു അമെൻമെൻറ്റ് പ്രൊസീജിയറാണ് റിജിഡ് അമെൻമെൻറ്റ് എന്ന് പറയുന്നത്. A special majority of both the houses of the parliament is required to make amendments in certain important provisions. A special majority of both the houses of the parliament. തൊട്ട് മുന്നത്തെ ഫ്ലെക്സിബിൾ അമെൻമെൻറ്റിൽ പറഞ്ഞായിരുന്നു സിമ്പിൾ മെജോറിറ്റി മതി. പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും, അതായത് ലോക്സഭയും രാജ്യസഭയും, ഈ ഇരുസഭകളുടെയും സിമ്പിൾ മെജോറിറ്റി മതിയായിരുന്നു ഫ്ലെക്സിബിൾ അമെൻമെൻറ്റിൽ ഒരു മാറ്റം വരുത്താൻ, അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ അമെൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന്. പക്ഷേ ഈ റിജിഡ് അമെൻമെൻറ്റിലേക്ക് വരുന്ന സമയത്ത് പാർലമെൻറ്റിൻ്റെ, അതായത് ഇരുസഭകളുടെയും ലോക്സഭയുടെയും രാജ്യസഭയുടെയും സ്പെഷ്യൽ മെജോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ചില പ്രൊവിഷൻസ് മാറ്റാൻ സാധിക്കുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റണമെങ്കിൽ കുറച്ചുകൂടെ റിജിഡ് ആയിട്ടുള്ള പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയറാണ് സ്പെഷ്യൽ മെജോറിറ്റി. സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ 2/3 ഓഫ് മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ് along with majority of total membership of the house. ഇപ്പോൾ ലോക്സഭയിലാണോ രാജ്യസഭയിലാണോ ആ ഒരു ബില്ല് നിൽക്കുന്നത്, ആ ഒരു സഭയിലെ
മുഴുവൻ മെമ്പർഷിപ്പിൻ്റെ മെജോറിറ്റിയും വോട്ട് ചെയ്ത് അനുകൂലിച്ചിരിക്കണം. അതേസമയം തന്നെ അവിടെ അന്ന് പ്രസിഡൻ്റായി വോട്ട് ചെയ്ത ആൾക്കാരിൽ 2/3 ആൾക്കാരും ഈ ഒരു കാര്യത്തിനെ സപ്പോർട്ട് ചെയ്യണം. അതിനെയാണ് സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്ത തേർഡ് ടൈപ്പ് ഓഫ് അമെൻമെൻ്റ് ആണ് മോർ റിജിഡ് അമെൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേരിൽ നിന്ന് തന്നെ അറിയാം, നേരത്തെ പറഞ്ഞതിനെയും കാട്ടി കുറേ കൂടെ റിജിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള പ്രൊവിഷൻസിനെയാണ് മോർ റിജിഡ് അമെൻമെൻറ്റ് വഴി ഉദ്ദേശിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ ഓർത്തിരിക്കാൻ എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞാൽ ഫെഡറൽ സ്ട്രക്ചറുമായി ബാധകമാവുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫെഡറൽ സ്ട്രക്ചർ ആയിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ, സ്റ്റേറ്റിൻ്റെ അധികാര പരിധിയിലുള്ള, സ്റ്റേറ്റിന് റോളുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാറ്റം വരുത്തണമെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾക്ക് മോർ റിജിഡ് അമെൻമെൻറ്റ് വഴിയാണ് ചെയ്യാൻ പറ്റുന്നത്. അവിടെ എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് വെച്ചാൽ, some very crucial provisions can be amended only with special majority of both the houses of parliament along with approval of not less than half of the state. ഇതാണ്, അതായത് സ്പെഷ്യൽ മെജോറിറ്റിയോടൊപ്പം വിത്ത് ദ അപ്രൂവൽ ഓഫ് നോട്ട് ലെസ് ദാൻ ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്സ്, അല്ലെങ്കിൽ റാറ്റിഫിക്കേഷൻ ഓഫ് ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്സ്. അതായത് ചില പെർട്ടിക്കുലർ പ്രൊവിഷൻസ് നമ്മുടെ മോർ റിജിഡ് അമെൻമെൻറ്റിനകത്ത് വരുന്ന ചില പെർട്ടിക്കുലർ പ്രൊവിഷൻസ്, ഇതിൽ ഒരു മാറ്റം വരുത്തണമെങ്കിലോ അല്ലെങ്കിൽ അവ റിപ്പീൽ ചെയ്ത് കളയണമെങ്കിലോ അല്ലെങ്കിൽ പുതുതായിട്ട് ഒരു പെർട്ടിക്കുലർ പ്രൊവിഷൻ ഈ കാര്യങ്ങളിൽ ആഡ് ചെയ്യണമെങ്കിലോ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യയിലുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിൽ പകുതി സംസ്ഥാനങ്ങളെങ്കിലും അവരുടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ സിമ്പിൾ മെജോറിറ്റി വഴി പാസ്സാക്കിയിരിക്കണം. ഈ ഒരു കോൺസെപ്റ്റാണ് മോർ റിജിഡ് അമെൻമെൻറ്റ്. ഇപ്പം ഞാൻ പറഞ്ഞു, ഈ ഒരു കാര്യം വരുന്നത്, അല്ലെങ്കിൽ മോർ റിജിഡ് അമെൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ വരുന്നത് ഫെഡറൽ സിസ്റ്റവുമായി ബന്ധം വരുന്ന, അല്ലെങ്കിൽ ഫെഡറൽ പൊളിറ്റിയുമായി ബന്ധം വരുന്ന, സ്റ്റേറ്റ്സിൻ്റെ അധികാര പരിധിയിൽ വരുന്ന, സ്റ്റേറ്റുമായി എന്തെങ്കിലും ഒരു റോളുള്ള കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, ഡിവിഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ്, സെൻറ്ററും സ്റ്റേറ്റും തമ്മിലുള്ള അധികാരങ്ങൾ. അതേപോലെ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1951, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആക്ടാണ് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1951 എന്ന് പറയുന്നത്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള എലക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആക്ട് എന്ന് പറയുന്നത് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് ആണ്. അതായത് ഇപ്പോൾ നമ്മുടെ എലക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ എലക്ഷൻ്റെ പ്രൊസീജിയേഴ്സ്, എലക്ഷൻ്റെ മാനേഴ്സ്, അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ഒരു എലക്ഷൻ കഴിഞ്ഞ് അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടാവണമെങ്കിൽ ആ ഒരു തർക്കം പരിഹരിക്കുന്നത് എങ്ങനെ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടാണ് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1951. അപ്പോൾ ആ ആക്ടിൻ്റെ പ്രൊവിഷൻസിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലും എല്ലാം നമ്മൾ ഈ മോർ റിജിഡ് അമെൻമെൻറ്റ് പ്രൊസീജിയറാണ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, there are some provisions in the constitution that were of temporary nature and it was decided that this could be altered later on once the new parliament was elected. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ നിയമനിർമ്മാണ സഭയിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലുള്ള ആൾക്കാർ, അവർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്ത സമയത്ത് തന്നെ അവർക്ക് നല്ല ധാരണയുണ്ടായിരുന്നു ചില പെർട്ടിക്കുലർ പ്രൊവിഷൻസ്, ടെമ്പററി ആയിട്ടുള്ള പ്രൊവിഷൻസ് ഭാവിയിൽ മാറ്റം വരേണ്ടതായിട്ടുണ്ട് എന്ന്. അപ്പോൾ അങ്ങനെ മാറ്റം വരേണ്ടതായിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മാറ്റം വരേണ്ടതായ പ്രൊവിഷൻസ് മാറ്റാൻ വേണ്ടിയുള്ള പ്രൊസീജിയറാണ് നമ്മൾ ഫ്ലെക്സിബിൾ അമെൻമെൻറ്റ് വഴി ഉദ്ദേശിച്ചത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ദ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഫ്രെയിമിംഗ് എ ഫെഡറൽ പോളിറ്റി ആൻഡ് therefore rights and powers of the state could not be changed. ഫെഡറൽ പൊളിറ്റി അല്ലേ നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു ഫെഡറൽ സിസ്റ്റം അല്ലേ, സ്റ്റേറ്റ്സിനും ധാരാളം അധികാരങ്ങൾ വരുന്നില്ലേ, സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങളുടെ മേലുള്ള അധികാരങ്ങളെല്ലാം തീരുമാനിക്കാനുള്ള, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള എല്ലാ കാര്യങ്ങൾക്കുമുള്ള അധികാരം സ്റ്റേറ്റിന് വരുന്നതാണ്, ഷെഡ്യൂൾ 7 വരുന്നത്. അപ്പോൾ ഫെഡറൽ പൊളിറ്റി ആയതുകൊണ്ട് തന്നെ സ്റ്റേറ്റിൻ്റെ അധികാരത്തിന് മുകളിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ സ്റ്റേറ്റ്സിൻ്റെ റാറ്റിഫിക്കേഷനും കൂടെ നിർബന്ധമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ മോർ റിജിഡ് അമെൻമെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് വരുന്നത് തന്നെ. അപ്പോൾ ഇത് നമ്മുടെ 9th സ്റ്റാൻഡേർഡിലെ ക്ലാസ് 4 ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൻ്റെ അകത്തുള്ളൊരു കണ്ടൻറ്റാണ്. അപ്പോൾ നമുക്കറിയാം, മാറുന്ന സാഹചര്യത്തിൽ നമ്മുടെ PSC 2021 ശേഷം പാറ്റേണൊക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ SCRT NCRT ടെക്സ്റ്റുകളുടെ
കോപ്പി പേസ്റ്റ് എന്ന് പറഞ്ഞ് ഞാൻ ഉദ്ദേശിക്കുന്ന ഈവൻ വേർഡ്സ് പോലും മാറ്റാതെ അതേപോലെ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ആ ടെക്സ്റ്റിലെ ഒരു ഭാഗമായിട്ട് കാണിച്ചത്. ഫ്ലെക്സിബിൾ അമെൻമെൻറ്റ്, റിജിഡ് അമെൻമെൻറ്റ്, മോർ റിജിഡ് അമെൻമെൻറ്റ്. Certain provisions of the Constitution of India can be amended by the Parliament with simple majority through the procedure similar to ordinary legislation. Example, name of states, boundaries, citizenship, etc. റിജിഡ് അമെൻമെൻറ്റിൽ വരുന്ന സമയത്ത് വേറൊന്നുമല്ല, ഈ സിമ്പിൾ മെജോറിറ്റി എന്നുള്ള കാര്യം സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ഈച്ച് ഓഫ് ദ ഹൗസസ് ആവും. ഇപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, DPSP ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് റിജിഡ് അമെൻമെൻറ്റ് വഴി ഉള്ള കോൺസെപ്റ്റ്സ്. മോർ റിജിഡ് അമെൻമെൻറ്റിൽ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ബോത്ത് ദ ഹൗസസ് ഓഫ് ദ പാർലമെൻറ്റും ഉണ്ട്, അതേപോലെ തന്നെ റാറ്റിഫിക്കേഷൻ ഓഫ് നോട്ട് ലെസ് ദാൻ ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്സും ഉണ്ട്. അതായത് പകുതി സംസ്ഥാനങ്ങളിലെ നിയമസഭയും സിമ്പിൾ മെജോറിറ്റി വഴി അത് പാസ്സാക്കിയിരിക്കണം. നമ്മൾ പറഞ്ഞായിരുന്നു ഫെഡറൽ സിസ്റ്റവുമായി റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ആ ഒരു രീതിയിൽ വരുന്നത്. അപ്പോൾ ഡിവിഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ്, റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട്, ഈ കാര്യങ്ങളെല്ലാമാണ് മോർ റിജിഡ് അമെൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞായിരുന്നു ആർട്ടിക്കിൾ 368 ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനാ ഭേദഗതികളെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ 368 ധാരാളം സബ്സെക്ഷൻസ് ഉണ്ട്, 4-5 സബ്സെക്ഷൻസ് ഉണ്ട്. ഈ സബ്സെക്ഷൻസ് ഉൾപ്പെടെ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഓരോ ആർട്ടിക്കിൾസിലേക്കും അതിൻ്റെ സബ്സെക്ഷൻസിലേക്കും നമുക്ക് കടക്കാം. അപ്പോൾ ആർട്ടിക്കിൾ 368 പവർ ഓഫ് പാർലമെൻറ്റ് ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഇന്ത്യൻ പാർലമെൻറ്റിനാണ് ഭരണഘടനാ ഭേദഗതിക്കുള്ള അധികാരം. ആ ഒരു കാര്യം പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 368. ഇന്ത്യൻ പാർലമെൻറ്റിനാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മാറ്റം വരുത്താനോ പല കാര്യങ്ങൾ റദ്ദ് ചെയ്യാനോ പുതിയ ആർട്ടിക്കിൾസും പുതിയ പാർട്സും ഇൻക്ലൂഡ് ചെയ്യാനുമുള്ള അധികാരം ഇന്ത്യൻ പാർലമെൻറ്റിനാണ്. അടുത്ത ആർട്ടിക്കിൾ 368 സബ്സെക്ഷൻ 1. ഇതിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ പാർലമെൻറ്റിന് അവരുടെ അധികാരം ഉപയോഗിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന പ്രൊസീജിയർ അനുസരിച്ച് പുതിയ ആർട്ടിക്കിൾസ് ആഡ് ചെയ്യാം, നിലവിലുള്ള ആർട്ടിക്കിൾസും പാർട്സും പ്രൊവിഷൻസും എല്ലാം മോഡിഫൈ ചെയ്യാം, ചേഞ്ച് ചെയ്യാം, റദ്ദ് ചെയ്യാം. ഇതിനുള്ള അധികാരം ഭരണഘടന പാർലമെൻറ്റിന് നൽകുന്നു. Notwithstanding anything in this constitution, Parliament in exercise of its constituent power amend by way of addition, പുതിയ പ്രൊവിഷൻസ് ആഡ് ചെയ്തോ അല്ലെങ്കിൽ വേരിയേഷൻ, നിലവിലുള്ള പ്രൊവിഷൻസ് മാറ്റിയോ ചേഞ്ച് ചെയ്യുകയോ മോഡിഫൈ ചെയ്തോ, ഓർ റിപ്പീൽ എനി പ്രൊവിഷൻ, റദ്ദ് ചെയ്ത് കളയുകയോ ഓഫ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊസീജിയർ ലേഡ് ഡൗൺ ഇൻ ദിസ് ആർട്ടിക്കിൾ. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ പറയുന്ന പ്രൊസീജിയർ അനുസരിച്ച് വേണം ഈ കാര്യങ്ങൾ പാർലമെൻറ്റ് ചെയ്യാൻ. അപ്പോൾ അതിനുള്ള അധികാരം കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പവർ ഈ ഒരു ആർട്ടിക്കിളിലെ ഈ ഒരു സബ്സെക്ഷൻ നൽകുന്നുണ്ട്. അടുത്ത സബ്സെക്ഷനാണ് ആർട്ടിക്കിൾ 368 സബ്സെക്ഷൻ 2. അപ്പോൾ ഈ ഒരു സബ്സെക്ഷനിൽ ഭരണഘടനാ ഭേദഗതികളുടെ പ്രൊസീജിയറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനു മുന്നേ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇന്ത്യൻ ഭരണഘടനയിൽ 3 തരത്തിൽ, നമ്മളിനി അങ്ങോട്ട് പോകുന്ന സ്ലൈഡിൽ പഠിക്കാനുള്ളത് തന്നെയാണ്, 3 ടൈപ്പ് ഓഫ് അമെൻമെൻ്റ് ഉണ്ട്. സിമ്പിൾ മെജോറിറ്റി, സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് റാറ്റിഫിക്കേഷൻ ഓഫ് ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്സ്. ഇതിൽ സിമ്പിൾ മെജോറിറ്റി ആർട്ടിക്കിൾ 368 വരുന്നില്ല. സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് റാറ്റിഫിക്കേഷൻ ഓഫ് ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്സ് മാത്രമാണ് ആർട്ടിക്കിൾ 368 പരാമർശിച്ചിട്ടുള്ളത്. അപ്പോൾ ആർട്ടിക്കിൾ 368 സബ്സെക്ഷൻ 2 ഈ സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് റാറ്റിഫിക്കേഷൻ ഓഫ് ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്സിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു ഹൗസ്, ലോക്സഭയിലോ രാജ്യസഭയിലോ ഈ ഒരു ബില്ല് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബില്ല് ടോട്ടൽ മെമ്പർഷിപ്പിൻ്റെ മെജോറിറ്റിയിലും അതേപോലെ തന്നെ സ്പെഷ്യൽ മെജോറിറ്റി, അതായത് 2/3 ഓഫ് മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിങ്ങിലും പാസ്സായിരിക്കണം. അങ്ങനെ പാസ്സാവുന്ന ഒരു ബില്ല് എങ്ങോട്ട് പോകും? നോർമലി പോകുന്നത് പോലെ തന്നെ പ്രസിഡൻറ്റിൻ്റെ അടുത്തേക്ക് പോകും. പ്രസിഡൻറ്റ് അതിന് അസെൻറ്റ് നൽകണം. ഈ ഒരു പ്രൊസീജിയറാണ് ഇവിടെ വരുന്നത്. നമുക്കതൊന്ന് നോക്കാം. An amendment of this constitution may be initiated only by the introduction of a bill for the purpose of either house of the parliament. പാർലമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു സഭയിൽ, ലോക്സഭയിലോ രാജ്യസഭയിലോ ആദ്യം അത് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. When the bill is passed in each house by a majority of total membership of that house. ടോട്ടൽ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ആ ഹൗസിൻ്റെ എൻറ്റയർ മെമ്പർഷിപ്പാണ്. അന്നത്തെ അവിടെ എത്ര പേര് പ്രസൻ്റായി എന്നുദ്ദേശിച്ചല്ല,
അല്ലെങ്കിൽ എത്ര പേര് അന്ന് അവിടെ പ്രസൻ്റായി എന്ന് നോക്കിയിട്ടല്ല. ആൻഡ് ബൈ എ മെജോറിറ്റി ഓഫ് നോട്ട് ലെസ് ദാൻ 2/3 ഓഫ് മെമ്പേഴ്സ് ഓഫ് ദാറ്റ് ഹൗസ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ്. അതിനോടൊപ്പം തന്നെ അന്ന് അവിടെ പ്രസൻ്റായി വോട്ട് ചെയ്ത ആൾക്കാരിൽ 2/3 മെജോറിറ്റി ഉണ്ടായിരിക്കണം, അതായത് സ്പെഷ്യൽ മെജോറിറ്റി ഉണ്ടായിരിക്കണം. It shall be presented to the President, who shall give his assent to the bill, and thereupon the Constitution shall stand amended in accordance with the terms of the bill. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പ്രസിഡന്റ് അസെന്റ് നൽകുന്ന സാഹചര്യത്തിൽ ഈ ഒരു ബില്ല് നിയമമായി മാറുകയാണ്. അപ്പം അതിന് കുറച്ച് കാര്യങ്ങളും കൂടെയുണ്ട്. അതിലൊരു കാര്യം കൂടെ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞതിൽ തന്നെ ചില പെർട്ടിക്കുലർ പ്രൊവിഷൻസിൽ വരുന്ന കാര്യങ്ങളാണ് എങ്കിൽ അതിനാണ് റാറ്റിഫിക്കേഷൻ ഓഫ് ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്സും വരുന്നുണ്ട്. അതായത് ഇനി അടുത്ത നിങ്ങൾ ഈ സ്ലൈഡിൽ കാണുന്ന ഈ 4 പ്രൊവിഷൻസ്, ഈ 4 കാര്യങ്ങളിൽ വരുന്ന ഏതെങ്കിലും ഒന്നാണ് എങ്കിൽ ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പ്രൊസീജിയറിൻ്റെ കൂടെ തന്നെ സ്റ്റേറ്റ്സ്, ഇന്ത്യയിലുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിൽ പകുതി സംസ്ഥാനങ്ങളെങ്കിലും അത് റാറ്റിഫൈ ചെയ്തിരിക്കണം, അസെൻറ്റ് നൽകിയിരിക്കണം, അല്ലെങ്കിൽ അവരവരുടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി വഴി സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാക്കിയിരിക്കണം. അപ്പോൾ അങ്ങനെ വരുന്ന പ്രൊവിഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 54, ആർട്ടിക്കിൾ 55, ആർട്ടിക്കിൾ 73, 162, 241 ഓർ ആർട്ടിക്കിൾ 279A. അപ്പോൾ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 54 എന്ന് പറയുന്നത് എലക്ഷൻ ഓഫ് പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ് എലക്ഷനെ പറ്റി പറയുന്നതാണ് ആർട്ടിക്കിൾ 54. അതേപോലെ തന്നെ ആർട്ടിക്കിൾ 55 പറയുന്നത് മാനർ ഓഫ് എലക്ഷൻ ഓഫ് പ്രസിഡന്റ്, മാനർ ഓഫ് എലക്ഷൻ ഓഫ് പ്രസിഡന്റ്, മാനർ ഓഫ് എലക്ഷൻ ഓഫ് പ്രസിഡന്റ്. ഇനി ആർട്ടിക്കിൾ 73 പറയുന്നത് എക്സിക്യൂട്ടീവ് പവേഴ്സ് ഓഫ് ദ യൂണിയൻ, എക്സിക്യൂട്ടീവ് പവേഴ്സ് ഓഫ് യൂണിയൻ, എക്സിക്യൂട്ടീവ് പവേഴ്സ് ഓഫ് യൂണിയൻ. അതേപോലെ തന്നെ ആർട്ടിക്കിൾ 162 പറയുന്നത് എക്സിക്യൂട്ടീവ് പവേഴ്സ് ഓഫ് സ്റ്റേറ്റ്, എക്സിക്യൂട്ടീവ് പവേഴ്സ് ഓഫ് സ്റ്റേറ്റ്. ഇനി ആർട്ടിക്കിൾ 241 പറയുന്നത് പവർ ഓഫ് പാർലമെൻറ്റ് ടു പ്രൊവൈഡ് എ ഹൈക്കോർട്ട് ഫോർ എ യൂണിയൻ ടെറിട്ടറി, അല്ലെങ്കിൽ പ്രൊവൈഡ് പവർ ഓഫ് പാർലമെൻറ്റ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ ഹൈക്കോർട്ട് ഫോർ എ യൂണിയൻ ടെറിട്ടറി ഓർ അലോക്കേറ്റ് എ ഹൈക്കോർട്ട് ഫോർ എ പെർട്ടിക്കുലർ യൂണിയൻ ടെറിട്ടറി. ഏതെങ്കിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിന് ഒരു പുതുതായി ഒരു ഹൈക്കോർട്ട് നിർമ്മിക്കുകയോ അല്ല എങ്കിൽ നിലവിലുള്ള ഏതെങ്കിലും ഒരു ഹൈക്കോർട്ടിൻ്റെ കീഴിൽ ഒരു പെർട്ടിക്കുലർ കേന്ദ്രഭരണ പ്രദേശം അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 241 എന്ന് പറയുന്നത്. ഓർ ആർട്ടിക്കിൾ 279A. ആർട്ടിക്കിൾ 279A വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. GST കൗൺസിലാണ്. GST വന്നതിന് ശേഷം ധാരാളം ക്വസ്റ്റ്യൻസിൽ, ധാരാളം എക്സാംസിന് കണ്ടുവരുന്ന ഒരു ആർട്ടിക്കിളാണ് 279A എന്ന് പറയുന്നത്. GST കൗൺസിലിനെ പറ്റിയുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ബി, ചാപ്റ്റർ 4 ഓഫ് പാർട്ട് 5. പാർട്ട് 5 എന്ന് പറയുന്നത് എന്താണ്? യൂണിയനെ പറ്റി അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെൻറ്റിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് പാർട്ട് 5 പറയുന്നത്. അതേപോലെ പാർട്ട് 6, പാർട്ട് 6 സ്റ്റേറ്റിനെ പറ്റിയും അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ പറ്റിയാണ് പാർട്ട് 6 പറയുന്നത്. ഇപ്പോൾ ചാപ്റ്റർ 4 ഓഫ് പാർട്ട് 5 എന്ന് പറയുന്നത് യൂണിയൻ ജുഡീഷ്യറിയെ പറ്റിയാണ്. യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ യൂണിയൻ ജുഡീഷ്യറി, സിമ്പിളായിട്ട് പറഞ്ഞാൽ സുപ്രീം കോർട്ടിനെ പറ്റി പറയുന്നതാണ് ഈ ഒരു കാര്യം. ചാപ്റ്റർ 4 ഓഫ് പാർട്ട് 5, പാർട്ട് 5 4ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സുപ്രീം കോർട്ടിനെ പറ്റി പറയുന്നതാണ്. അതേപോലെ തന്നെ ചാപ്റ്റർ 5 ഓഫ് പാർട്ട് 6 എന്ന് പറയുന്നത് ഹൈക്കോർട്ടിനെ പറ്റി പറയുന്നതാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സ്റ്റേറ്റ് ജുഡീഷ്യറിയായ ഹൈക്കോർട്ടിനെ പറ്റി പറയുന്നതാണ്. ഓർ ചാപ്റ്റർ 1 ഓഫ് പാർട്ട് 11. പാർട്ട് 11 നമുക്കറിയാം, നമ്മുടെ സെൻറ്ററും സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷൻസിനെ പറ്റി പറയുന്ന പാർട്ടാണ് പാർട്ട് 11 എന്ന് പറയുന്നത്. അവർ തമ്മിലുള്ള ലെജിസ്ലേറ്റീവ് റിലേഷൻസിനെ പറ്റി പറയുന്നതാണ് ചാപ്റ്റർ 1. അതായത് ചാപ്റ്റർ 1 ഓഫ് പാർട്ട് 11 എന്ന് പറയുന്നത് ലെജിസ്ലേറ്റീവ് റിലേഷൻസ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് സെൻറ്റർ, ഈ ഒരു കാര്യമാണ് അതിൽ പരാമർശിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ എനി ഓഫ് ദ ലിസ്റ്റ് ഇൻ ദ 7th ഷെഡ്യൂൾ. 7th ഷെഡ്യൂൾ എന്താ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഷെഡ്യൂളാണ്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറൻറ്റ് ലിസ്റ്റ്, ഈ കാര്യങ്ങളെ പറ്റി പറയുന്നതാണ് 7th ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇനി ഡി, റെപ്രസെൻറ്റേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഇൻ പാർലമെൻറ്റ്. നമുക്കറിയാലോ, നമ്മുടെ പാർലമെൻറ്റിൽ ലോക്സഭയിലാണെങ്കിലും രാജ്യസഭയിലാണെങ്കിലും നമ്മുടെ സ്റ്റേറ്റിനും പ്രാതിനിധ്യമുള്ള സ്ഥലമല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ABCDE, ഇത്രയും കാര്യങ്ങൾ വരുന്ന എന്തെങ്കിലും ഒരു പ്രൊവിഷൻസിലാണ് മാറ്റം വരുന്നത് എങ്കിൽ സ്പെഷ്യൽ മെജോറിറ്റിയോടൊപ്പം തന്നെ പകുതി സംസ്ഥാനങ്ങളും റാറ്റിഫൈ ചെയ്തിരിക്കണം. ഓക്കെ,
The amendment shall require to be ratified by the legislatures of not less than one half of the states by resolution to that effect passed by those legislatures. ഇത്രയേ ഉള്ളൂ, വേറൊന്നുമല്ല. ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ പകുതി സംസ്ഥാനങ്ങളും അവരുടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ സിമ്പിൾ മെജോറിറ്റി വഴി ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു ബില്ല് പാസ്സാക്കിയിരിക്കണം. എന്നാൽ മാത്രമേ ഫെഡറൽ സിസ്റ്റവുമായി റിലേറ്റ് ചെയ്യുന്ന ഈ പ്രൊവിഷൻസ് അല്ലെങ്കിൽ ഈ കാര്യങ്ങളുള്ള ഒരു ബില്ല് പാസ്സാവുന്നതായി കണക്കാക്കത്തുള്ളൂ. എന്നാൽ മാത്രമേ അതിനുശേഷം മാത്രമേ പ്രസിഡന്റിൻ്റെ കയ്യിൽ അസെൻറ്റിന് വേണ്ടി ആ ഒരു ബില്ല് എത്തത്തുമുള്ളൂ. ഇനി അടുത്ത ഒരു സബ്സെക്ഷനാണ് ആർട്ടിക്കിൾ 368 സബ്സെക്ഷൻ 3. Nothing in Article 13 shall apply to any amendment made under this article. Nothing in Article 13 shall apply to any amendment made under this article. അപ്പം ഞാൻ ഇത് പറയുന്നതിന് മുന്നേ ആദ്യം ആർട്ടിക്കിൾ 13 എന്താണെന്ന് ആദ്യം പറയാം. ആർട്ടിക്കിൾ 13 പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പാർട്സിലൊന്നായ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ അബ്രഗേറ്റ് ചെയ്യുന്ന ഏതൊരു കാര്യവും അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്, അത് വാലിഡ് അല്ല, അത് വോയിഡ് ആണ്. ഇത് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 13. ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുന്ന ഏതൊരു നിയമവും അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്, വോയിഡ് ആണ്, ഇൻവാലിഡ് ആണ്. ഈ ഒരു കാര്യം പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 13. അപ്പോൾ ആർട്ടിക്കിൾ 368 സബ്സെക്ഷൻ 3 പറയുന്ന കാര്യം, അങ്ങനെയുള്ള ആർട്ടിക്കിൾ 13 ഒരു കാര്യവും ഇവിടെ ബാധകമല്ല എന്ന് പറയുന്ന ഒരു സബ്സെക്ഷനാണ് ആർട്ടിക്കിൾ 368 സബ്സെക്ഷൻ 3. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പോലും ഇന്ത്യൻ പാർലമെൻറ്റിന് ഭേദഗതി ചെയ്ത് മാറ്റാൻ കഴിയും. ഇതാണ് ഇതിൻ്റെ മീനിങ് വരുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റിന് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പോലും മോഡിഫൈ ചെയ്യാനോ ചേഞ്ച് ചെയ്യാനോ റിപ്പീൽ ചെയ്യാനോ പുതിയത് ആഡ് ചെയ്യാനോ ഉള്ള അധികാരമുണ്ട്. ഇതാണ് ഈ ഒരു ആർട്ടിക്കിൾ 368 സബ്സെക്ഷൻ 3 എന്ന് പറയുന്നത്. വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ളൊരു സബ്സെക്ഷനാണിത്. ഇനി അടുത്തത് ആർട്ടിക്കിൾ 368 സബ്സെക്ഷൻ 4. No amendment of this constitution made or purporting to have been made under this article, whether before or commencement of section 55 of Constitution, 42nd Amendment Act 1976, shall be called in question in any court on any ground. നമുക്കത് വായിച്ചാൽ പെട്ടെന്ന് അത് മനസ്സിലാവില്ല. വേറൊന്നുമല്ല, വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ സബ്സെക്ഷനിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പോലും വയലേറ്റ് ചെയ്യുന്ന ഒരു ഭേദഗതി പാസ്സാക്കാനുള്ള അധികാരം ഇന്ത്യൻ പാർലമെൻറ്റിനുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് ഈ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു അമെൻമെൻറ്റ് ബില്ല്, അതായത് ഫണ്ടമെൻ്റൽ റൈറ്റിനെ പോലും വയലേറ്റ് ചെയ്യുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ല് ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ പാടില്ല. ഈ ഒരു കാര്യമാണ് ഈ ഒരു സബ്സെക്ഷൻ 4 പറയുന്ന കാര്യം. ഇത്രയേ ഉള്ളൂ. ഇത് കൊണ്ടുവരുന്നത് നമ്മുടെ ഈ പറയുന്ന ജനാധിപത്യത്തിൻ്റെ ഇരുണ്ട ദിനങ്ങൾ എന്നറിയപ്പെടുന്ന നമ്മുടെ തേർഡ് നാഷണൽ എമർജൻസി ഇല്ലേ, ആ സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെൻറ്, നമ്മുടെ കോൺഗ്രസിൻ്റെ ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഈ ഒരു പ്രൊവിഷൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം കോടതിയിൽ പോലും ചോദ്യം ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂവിന് അതീതമായി മാറ്റി. ശരിയാവോ? നല്ലൊരു കാര്യമാണോ അത്? അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പോലും വയലേറ്റ് ചെയ്യുന്ന ഒരു കാര്യം കോടതിയിൽ പോലും ചോദ്യം ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ പറ്റില്ല എന്നുള്ളൊരു പ്രൊവിഷൻ ഉള്ള ഒരു സബ്സെക്ഷൻ. ഇത് ശരിക്കും ഭയങ്കര കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു സബ്സെക്ഷൻ ആയിരുന്നു. പിന്നീട് അതിനുശേഷം നിലവിൽ ഇത് വന്നു കുറേ നാളുണ്ടായിരുന്നു. അതിനുശേഷം 1980 മിനർവ മിൽസ് കേസിൽ സുപ്രീം കോടതി ഈ ഒരു സബ്സെക്ഷനെ അൺകോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. ഇത് നിലവിലില്ല, അല്ലെങ്കിൽ വാലിഡ് അല്ല, അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്. അപ്പോൾ ഈ ഒരു കാര്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് നിലവിൽ ഇത് വാലിഡ് അല്ല. ഇനി അടുത്തതാണ് ആർട്ടിക്കിൾ 368 സബ്സെക്ഷൻ 5 എന്ന് പറയുന്നത്. For the removal of doubts, it is hereby declared that there shall be no limitation whatever on the constituent power of Parliament to amend by way of addition, variation or repeal the provisions of this constitution under this article. അപ്പോൾ നമ്മൾ പറഞ്ഞു ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് നിലവിലുള്ള ആർട്ടിക്കിൾസ്
മോഡിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ റിപ്പീൽ ചെയ്യാൻ അല്ലെങ്കിൽ പുതിയ ആർട്ടിക്കിൾസോ പാർട്സോ അല്ലെങ്കിൽ പുതിയ പ്രൊവിഷൻസോ കാര്യങ്ങളോ ഒക്കെ ആഡ് ചെയ്യാനുള്ള ഒരു അധികാരമാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഭേദഗതി ചെയ്യാൻ അൺലിമിറ്റഡ് ആയിട്ടുള്ള അധികാരം ഇന്ത്യൻ പാർലമെൻറ്റിനുണ്ട്. അതായത് അവർക്ക് യാതൊരു തരത്തിലുള്ള ലിമിറ്റേഷൻസും ഇല്ല എന്ന് ഉള്ള ഒരു അധികാരം നൽകുന്ന സബ്സെക്ഷനാണ് ആർട്ടിക്കിൾ 368 സബ്സെക്ഷൻ 5 എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെ ഒരു അധികാരം പാർലമെൻറ്റിന് നൽകിയാൽ മാറി മാറി വരുന്ന സെൻട്രൽ ഗവൺമെൻറ്റുകളും അല്ലെങ്കിൽ പാർലമെൻറ്റിൽ കൂടുതൽ പ്രാതിനിധ്യമുള്ള പാർട്ടി അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റത്തില്ലേ? നമ്മുടെ ഈ രാജ്യം തന്നെ വേറൊരു രീതിയിലോട്ടൊക്കെ മാറിപ്പോകത്തില്ലേ? അപ്പോൾ ഇതും അങ്ങനെ 1980 മിനർവ മിൽസ് കേസിൽ സുപ്രീം കോർട്ട് അൺകോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. അതായത് പാർലമെൻറ്റിന് അങ്ങനെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പവേഴ്സ് ഇല്ല, അവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. പ്രൊവൈഡഡ് ബേസിക് സ്ട്രക്ചറിന് മാറ്റം വരുത്തുന്ന ഭേദഗതികളൊന്നും പാടില്ല എന്ന് മിനർവ മിൽസ് കേസിൽ 1980 സുപ്രീം കോടതി വിധിക്കുകയുണ്ടായി. നിലവിൽ ഈ ഒരു സബ്സെക്ഷനും അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്, നിലവിലില്ല, വോയിഡ് ആണ്. അത്രയേ ഉള്ളൂ. നമുക്ക് ചിലപ്പോൾ വേർഡിങ്സ് കാണുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നതാണ്. എല്ലാവരും വളരെ നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.